ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാത്ത കുറേ ദിവസമായി. നന്ദൂട്ടി കുറേ ദിവസമായി പനി പിടിച്ച് കിടക്കുന്നു. ഇനിയിപ്പോൾ ദേവൂട്ടിക്കും നല്ല ജലദോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ദേവൂട്ടി ഉറങ്ങുന്നുണ്ടായിനെ എണീറ്റിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടിക്ക് ഇന്നിപ്പം ജലദോഷമുണ്ട്. നന്ദൂരി 2-3 ദിവസമായി പനി മാറാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് വീഡിയോ ഇടും, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നന്ദുവിന് സ്കൂളിലൊരു പേപ്പർ അക്വേറിയം ഉണ്ടാക്കിക്കൊണ്ട് പോകാനുണ്ടായിനെ. അങ്ങനെ ഞാനും പൃഥ്വിയേട്ടനും കൂടിയാണ് അത് ഹെൽപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ദേവൂട്ടി എണീറ്റിട്ടുണ്ട്, കയ്യിലാട്ടെ ദേവൂട്ടിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് വീഡിയോസ്, ഫുള്ളൊന്നും ഇല്ല കേട്ടോ, എനിക്ക് തോന്നിയാലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, കുഞ്ഞുമക്കൾക്ക് ഉപകാരപ്പെട്ടാൽ അത് നല്ലതല്ലേ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും നമ്മളെങ്ങനെയാണ് നന്ദൂട്ടിക്ക് പേപ്പർ അക്വേറിയം ഉണ്ടാക്കി കൊടുത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്കിനി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ TTC പഠിക്കുന്ന സമയത്ത് രാത്രി 1 മണി വരെയും 2 മണി വരെയെല്ലാം ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് ഇതേപോലത്തെ ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദേവൂട്ടീൻ്റെ ഉറക്കം മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളെ പേപ്പർ അക്വേറിയം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഞാൻ അപ്പോഴത്തേക്ക് ദേവൂട്ടീനെ ഒന്ന് ഉറക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പേപ്പർ അക്വേറിയം? എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ പുല്ലെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പേപ്പർ കട്ട് ചെയ്തിട്ട് പുല്ല് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ കുറേ ബോൾസ്, പേപ്പർ ബോൾസ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേപ്പർ ബോൾസ് പറഞ്ഞാൽ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസാണ്. ബാക്കി കുറച്ച് കളർ ബോൾസ് കാണുന്നത് ഞാൻ TTCക്ക് പഠിക്കുമ്പം നമുക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു കുറേ വർക്ക് ചെയ്യാനില്ലേ. അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. പേപ്പർ ബോൾ കൊണ്ട്, പിന്നെ ഫിഷിൻ്റെ ആ ചൂളി കൊണ്ട്, അങ്ങനത്തെ കുറേ സംഭവം. ആ ബുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ആ ബുക്കിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണ് കുറേ പേപ്പർ ബോൾസ് എല്ലാം അതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി അടിക്കുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.